വെൽക്കം ബാക്ക് മൈ ചാനൽ. രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. എനിക്ക് കോൾഡ് വന്നു, പനി വന്നു. അപ്പോൾ ശബ്ദത്തിനൊക്കെ ഇത്തിരി മാറ്റം ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഇത് കാണുന്നേരം ശബ്ദം കേട്ടൊന്ന് ക്ഷമിച്ചേക്കണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കണം. ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് ചെറുപയറെന്നും പറയുന്നുണ്ട്, പച്ചപ്പയറെന്നും പറയുന്നുണ്ട്. പച്ചത്തൊലിയുടെ കളർ അതായതുകൊണ്ടായിരിക്കും. അതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചീനച്ചട്ടി വെച്ചത് ഞാൻ കടുക് വറുക്കാനാണ്. പയർ മുളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് രാത്രി എടുത്ത് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് മുളച്ചതിനെ വേവിക്കണം. അത് കഴിഞ്ഞ് അപ്പോൾ ഇതിനുള്ള കടുക് വറുക്കുകയാണ്. കടുക് പൊട്ടി ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. ഇതൊന്ന് മൂപ്പിക്കണം. ചെറുപയർ മുളച്ചത്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചിരുന്നത്. അത് വെന്ത റെഡിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പയർ വേവിച്ചത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി, കടുക്. ഇന്ന് ഞാൻ കരിവേപ്പില ഒന്നും ഇടുന്നില്ല. കടയിൽ നിന്ന് നല്ല കരിവേപ്പില കിട്ടിയില്ല. കിട്ടിയാലും നമ്മളത് ഉപ്പ് വെള്ളത്തിലും വിനാഗിരിയിലെല്ലാം ഇട്ട് കഴുകിയിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. കടയിൽ തന്നെ നല്ലതില്ലെങ്കിൽ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ കരിവേപ്പില ഇടുന്നില്ല. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ അപ്പം ഉണ്ടാക്കുകയാണ്. അത് ഒറ്റയ്ക്ക് ഫോൺ ഒരു കൈ പിടിച്ചോണ്ടായതുകൊണ്ട് മാവ് കലക്കുന്നതെല്ലാം എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ കലക്കി വെച്ചതാണ് മാവ്. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നെടുക്കാം. ഇങ്ങനെ അപ്പം റെഡിയായി എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. കടയിൽ നിന്ന് വാങ്ങിച്ച പൊടിയാണ്. അതിൽ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു, ഏലക്കായ ചതച്ചു, പിന്നെ 1 സ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പ്, ഇത്രയാണ് ചേർത്തിട്ട് മിക്സ് ചെയ്തത്. തരക്കേടില്ലാത്ത അപ്പം കിട്ടിയെന്ന് പറയാം. ഇതാണ് അപ്പം. ഇതിനെ തിരിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ നല്ലതായ സുഹൃത്തുക്കളെല്ലാവരും ഇത് കണ്ടിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി കാണാം.